സുഹൃത്തുക്കളെ നമസ്കാരം. വിരാടം വിനോദം ദ 60+ യങ്സ്റ്റർ ബാപ്പാം ലെറ്റ്സ് ഗോ ധനുഷ്കോടിയുടെ 4ാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനോദാണ്. 1, 2, 3 ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണണം. കാരണം ഇത് 4 ചെറുപ്പക്കാരുടെ യാത്രയാണ്. 60 വയസ്സുള്ള ചെറുപ്പക്കാരുടെ യാത്ര. രാവിലെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങി സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ഇന്നത്തെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ ധനുഷ്കോടിയിൽ പോയിരുന്നു, അരിച്ചൽമുനിയിൽ പോയിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ നമ്മൾ രാമേശ്വരത്ത് ഇറങ്ങുകയാണ്. രാമേശ്വരം രാമനാഥ സ്വാമി ക്ഷേത്രം സന്ദർശിക്കലാണ് ഇന്നത്തെ ലക്ഷ്യം. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് ഒരു 300-400 മീറ്റർ അകലെയാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരമുള്ളത്. അങ്ങോട്ട് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ ഈ കാണിച്ചു തരുന്നത്. രാമനാഥസ്വാമി ക്ഷേത്രം, രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാരണാസി കഴിഞ്ഞാൽ രാമേശ്വരം കൂടി സന്ദർശിച്ചാലേ യാത്ര പൂർണ്ണമാകൂ എന്നുള്ള ഒരു ചൊല്ലുണ്ട്. അത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രം. നോക്കൂ, ഇത് പടിഞ്ഞാറേ നടയാണ് കേട്ടോ. പടിഞ്ഞാറേ നടയിലൂടെ നമ്മൾ കണ്ടു. വലിയ തിരക്ക് കാണുന്നില്ല, എന്നാലും ഞങ്ങൾ കിഴക്കേ നടയിലൂടെ കയറാം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ പോവുകയാണ്. കിഴക്കേ നടയിലേക്ക് പോകുമ്പം ആദ്യം നമ്മൾ തെക്കേ നടയിലെത്തും. തെക്കേ നടയിൽ നിന്ന് കിഴക്കേ നടയിലെത്തി. കിഴക്കേ നടയിൽ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പിൽ ഒരു സ്നാനതീർത്ഥമുണ്ട്. അതിന് അഗ്നിതീർത്ഥം എന്നാണ് പറയുന്നത്. അഗ്നിതീർത്ഥം എന്ന് പറഞ്ഞാൽ രാമേശ്വരത്ത് 64 പ്രധാന തീർത്ഥങ്ങളുണ്ട് പോലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥമാണ് അഗ്നിതീർത്ഥം എന്ന് പറയുന്നത്. അഗ്നിതീർത്ഥം ചെറിയ സംഗതിയല്ല, അത് ബംഗാൾ ഉൾക്കടലാണ്. പടിഞ്ഞാറ് വശത്ത് രാമേശ്വര ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നമ്മൾ കാണുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ഈ പറഞ്ഞ അഗ്നിതീർത്ഥം. അഗ്നിതീർത്ഥത്തിൽ കുളിച്ച് ഈറനായി ആണ് ആൾക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ്. ഇതാണ് പ്രധാന കവാടം. ഇതിലൂടെയാണ് കിഴക്കേ കവാടം. ഇനി നമ്മൾ അവിടെ നിന്ന് നടന്ന് അഗ്നിതീർത്ഥത്തിലേക്ക് പോവുകയാണ്. അഗ്നിതീർത്ഥത്തിൽ വഴിയിലിങ്ങനെ സ്വാമിമാരൊക്കെ ഇരിക്കുന്നത് കാണാം. ഈ കാണുന്നത് അഗ്നിതീർത്ഥം വിനായക ക്ഷേത്രമാണ്, ഗണപതിയുടെ ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിൽ കുളിച്ച് ആദ്യം ഗണപതിയുടെ അടുത്ത് വന്നതിന് ശേഷമാണ് രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇതാണ് അഗ്നിതീർത്ഥത്തിൻ്റെ ഗോപുരങ്ങൾ. ഇവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. ഇവിടെ ബലിയിടാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. കാണുന്നത് ബംഗാൾ ഉൾക്കടലാണ്. കാണുന്ന ദൂരെയൊക്കെ കാണുന്ന നമ്മൾ ബോട്ടുകളൊക്കെ കാണാൻ പറ്റും. ഫിഷിംഗ് ബോട്ടുകളും അല്ലാത്ത ബോട്ടുകളൊക്കെ കാണാം. വളരെയധികം ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ രാമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ അഗ്നിതീർത്ഥം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ കുളിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് എല്ലാവരും പോകുന്നത്. നോക്കൂ, എന്ത് ജനങ്ങളാണെന്ന് നോക്കി. രായൻ സാറും വിനേന്ദ്രൻ സാറും ശിവദാസൻ സാറും ഒക്കെ ഇതിങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. വിനേന്ദ്രൻ സാറ് അല്പം ഇതിലൊക്കെ വിശ്വാസമൊക്കെ ഉള്ള ആളും കൂടെയാണ്. നമ്മൾ വിശ്വാസി അല്ലെന്നല്ല. ഒരു കുടുംബം അവിടെ ബലി കർമ്മങ്ങളിൽ, ബലി തർപ്പണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരുപാട് ബലി തർപ്പണ സ്ഥലങ്ങളുണ്ട്. അതിനിടയ്ക്ക് പശുവൊക്കെ ഉണ്ട്. പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഇവിടെ ഭക്ഷണ പൊതികളുമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നദാനത്തിനുള്ള ഭക്ഷണങ്ങളുമൊക്കെ ആയിട്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങിച്ച് നമുക്ക് പശുവിന് കൊടുക്കുകയോ മറ്റ് ഭക്ഷണമില്ലാത്ത ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട്. രാമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല. കാരണം രാവണവധത്തിന് ശേഷം രാവണൻ ഒരു ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തെ കൊന്നതിൻ്റെ ബ്രഹ്മഹത്യ പാപം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആരാധിക്കുന്നതിന് ശിവലിംഗം
കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഹനുമാനെ ഏർപ്പെടുത്തി. ഹനുമാൻ വരാൻ താമസിച്ചപ്പോൾ അവിടെ സീതാദേവി അവിടെ നിന്നും ഉള്ള മണൽ കൂട്ടി അവിടെ ഒരു ശിവലിംഗം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അതിന് ശേഷമാണ് ഹനുമാൻ എത്തുന്നത്. അങ്ങനെ 2 ലിംഗങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് രാമനാഥസ്വാമി ലിംഗം, അത് സീതാദേവി ഉണ്ടാക്കിയതും, ഒന്ന് വിശ്വനാഥ ലിംഗവും. ഈ 2 ലിംഗങ്ങളും ഈ ക്ഷേത്രത്തിനകത്ത് ഉണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ചുറ്റമ്പലമാണ്. ചുറ്റമ്പലം എന്ന് പറയാമോയെന്ന് എനിക്കറിയില്ല. ഗോപുരത്തിനകത്തൂടെ കടന്നു കഴിയുമ്പോൾ ഉള്ളതാണ്. ഈ കാണുന്ന കൊത്തുപണികളുള്ള കാലുകൾ ഏതാണ്ട് 1200 കാലുകൾ ഉണ്ട് ഈ മണ്ഡപത്തിനെന്ന് അവർ പറയുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും ഇതിനപ്പുറത്തേക്കുള്ള ഫോട്ടോ ഒന്നും എടുക്കാൻ നമുക്ക് അനുവാദമില്ല കേട്ടോ. ഈ പുറത്തൊക്കെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് 1200 ഇതുപോലെയുള്ള തൂണുകൾ അല്ലെങ്കിൽ പില്ലറുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതുപോലെ കൊത്തുപണികളൊക്കെ ഉള്ളത്. വളരെ അത്ഭുതകരമായ എന്താ പറയുക, വളരെ പഴക്കമുള്ളത്, ഭയങ്കരമായിട്ടുള്ള ആർക്കിടെക്ചറൽ ഒരു അത്ഭുതവുമാണ് ഈ ക്ഷേത്രം. ഇതകത്തും അതിനുള്ള പൂജ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു ദേവി വിഗ്രഹമാണ്, പാർവതിയുടെ ക്ഷേത്രമാണത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ തോളയിൽ കൈയൊക്കെ ഇട്ട് ഞാനും ദിനേന്ദ്ര മാഷും കൂടെ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ക്ഷേത്രത്തിന് പുറത്തെത്തിയിട്ടില്ല, ഇനിയാണ് പുറത്തേക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ കവാടത്തിലുള്ള ഒരു കൊത്തുപണിയാണ് കേട്ടോ. ഇനിയും നമ്മുടെ യാത്ര ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ടുള്ള ഗന്ധമാദന പർവ്വതത്തിലേക്കാണ്. ഗന്ധമാദന പർവ്വതം എന്ന് പറഞ്ഞാൽ രാവണ യുദ്ധത്തിന് മുമ്പ് സേതുബന്ധനം നടത്തുമല്ലോ. അപ്പം രാമസേതു ഉണ്ടാക്കുന്നത് ശ്രീരാമൻ അവിടെ ഏറ്റവും ഉയർന്ന പ്രദേശമായിട്ടുള്ള ഗന്ധമാദന പർവ്വതത്തിൻ്റെ മുകളിലിരുന്ന് വീക്ഷിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം വിശ്രമിച്ച ഒരു സ്ഥലമാണ് യുദ്ധത്തിന് മുമ്പ്. അതായത് സേതുബന്ധനം നടക്കുന്നതിന് മുമ്പ് രാമസേതുവിൻ്റെ നിർമ്മാണം അദ്ദേഹം വീക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ഏറ്റവും ഉയരം ഉള്ള ഒരു സ്ഥലമാണ് ഗന്ധമാദന പർവ്വതം. ആ പർവ്വതത്തിലാണ് ഈ രാമപാദം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. അവിടെ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ അവിടെ പതിച്ചു വച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. എങ്കിലും നമുക്ക് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുവട്ടം കാണാൻ പറ്റും. ചുറ്റുവട്ടം ഈ പറഞ്ഞ പോലെ പരന്ന് കിടക്കുകയാണ്. പർവ്വതം എന്നുള്ള പേരൊക്കെ നമുക്ക് ഉപയോഗിക്കാവോന്നറിയില്ല, അന്നത്തെ കാലമല്ലേ എന്ന് നമുക്കറിയില്ല. എന്നാലും അവിടെയുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശമാണ്. ഇവിടെ നിന്ന് നമുക്ക് ചുറ്റുവട്ടം വീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഗന്ധമാദന പർവ്വതം എന്ന് പറയുന്നത്. അകത്താണ് ശ്രീരാമപാദം പൂജയ്ക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ചില അഭിനയ പരിപാടികളൊക്കെ നടക്കുകയാണ്. ഇവിടെ രാജമാഷും ശിവദാസൻ സാറും കൂടി ഈ കൈ നോക്കുന്ന പരിപാടി ഇവിടെ നടത്തുകയാണ്. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് കാണുന്നത്, പാമ്പൻ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ആ വഴിയിലൂടെ കയറി നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ദുബായിലോ ഒക്കെ ചെന്നുപെട്ട പോലുള്ള ഒരു സ്ഥലമാണ്. വളരെ മണൽ നിറഞ്ഞ ഒരു പ്രദേശം. പക്ഷേ അതിനകത്ത് പുതിയ റോഡുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയത് അതൊരു പുതിയ ടൗൺഷിപ്പോ അല്ലെങ്കിൽ ഒരു ആയിട്ട് പണിയാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തുന്നതെന്ന് തോന്നുന്നു. പാമ്പൻ ഐലൻഡ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾ പതിയെ അവിടെ ഒക്കെ കണ്ട് പതിയെ മണലിൻ്റെ സൗന്ദര്യവും പിന്നെ ഈ പറഞ്ഞ പോലെ കരിമ്പന കൂട്ടങ്ങളുമൊക്കെ ഉണ്ട്. മുമ്പിൽ കരിമ്പന കൂട്ടങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനിയും നമ്മൾ പോകുന്നത് എത്രയും ബഹുമാന്യനായിട്ടുള്ള രാമേശ്വരംകാരനായിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയലിലേക്കാണ്. ഈ മെമ്മോറിയലിൽ ഇത് പരിപാലിക്കുന്നത് DRDO ആണ്. DRDOയുടെ പരിപാലനത്തിലാണ് ഈ മെമ്മോറിയലിൽ എൻട്രി ഫ്രീ ആണ്. പക്ഷേ അതിനകത്ത് മൊബൈലോ മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പോന്നു. അടുത്ത സ്ഥലം ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് വില്ലുണ്ടി തീർത്ഥം എന്നാണ് പറയുന്നത്. വില്ലുണ്ടി തീർത്ഥം എന്ന് പറഞ്ഞാൽ യുദ്ധമൊക്കെ രാമരാവണ യുദ്ധമൊക്കെ കഴിഞ്ഞ് രാമനെ വധിച്ചതിന് ശേഷം സീതയെ മോചിപ്പിച്ചിട്ട് രാമൻ തിരിച്ച് രാമേശ്വരത്തെത്തി കഴിഞ്ഞപ്പോൾ സീതയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ടാകുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ വില്ലു കുലച്ച് ഒരമ്പ് ചെയ്ത്
അവിടെ നല്ല മധുരമുള്ള തീർത്ഥം കിട്ടിയെന്നാണ്, നല്ല മധുരമുള്ള വെള്ളം കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ആ പ്രദേശമാണ് ഈ വില്ലുണ്ടി തീർത്ഥം എന്ന് പറയുന്നത്. ഇതാ ഈ കാണുന്നതാണ് ആ വില്ലുണ്ടി തീർത്ഥം. ത്തിൻ്റെ ഒരു കിണർ, അവിടെ ഒരു സ്വാമി നിൽപ്പുണ്ട്. അദ്ദേഹം അവിടുന്ന് വെള്ളം കോരി നമുക്ക് തരും. 3 പ്രാവശ്യം വാങ്ങിച്ച് കുടിക്കാം. അത്ഭുതമാണ്. ഉപ്പൊട്ടുമില്ല, വളരെ ശുദ്ധമായ ജലമാണ്. ഞാൻ വാങ്ങി 3 പ്രാവശ്യം കുടിച്ചു. അത്ഭുതമാണ് കേട്ടോ, കാരണം കടലിലെ ആ വെള്ളത്തിന് ഉപ്പ് തീരെയില്ല എന്നുള്ളത്. അങ്ങനെ വില്ലുണ്ടി തീർത്ഥം ഒക്കെ കണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്ത്, ഈ വില്ലുണ്ടി തീർത്ഥത്തിലേക്ക് രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരമുണ്ട്. അടുത്തിരി ഉൾപ്രദേശത്തേക്കാണ്. വണ്ടി പോരും, വലിയ 2 വണ്ടികൾ ഒന്നിച്ച് പോരില്ലെങ്കിലും വണ്ടി പോരുന്ന തീർത്ഥമാണ്. ഞങ്ങൾ വന്ന കൂട്ടത്തിൽ വന്ന ആൾക്കാരാണ് വരുന്നത്. അവർ നോർത്ത് ഇന്ത്യൻസ് ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവരും കൂടെ ഉണ്ടായിരുന്നു. എന്നാലും വളരെ നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ തൊട്ടടുത്ത് വലിയൊരു റിസോർട്ടിൻ്റെ പണി ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ എങ്ങനെയാവും എന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട്, അത് ആ കാണുന്ന റിസോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ക്ഷേത്രവുമൊക്കെയുണ്ട്. വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഇനിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു സ്ഥലം, എൻജിനീയറിംഗ് മാർവൽ എന്ന് പറയാവുന്ന പാമ്പൻ പാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പാമ്പൻ പാലത്തിൻ്റെ താഴ്വശത്ത് ഫിഷിംഗ് ബോട്ടുകൾ കിടക്കുന്നതാണ് കാണുന്നത്. നോക്കി എത്ര നീല നിറത്തിലുള്ള ഫിഷിംഗ് ബോട്ടുകൾ, കടലിൽ ഫിഷിംഗ് ബോട്ടുകൾ കിടക്കുന്ന കാണാൻ തന്നെ അത്ഭുതമാണ്. ഈ കാണുന്ന പാലമാണ്, ദൂരെ ആ വളഞ്ഞ് കാണുന്ന പാലമാണ് പുതിയ പാമ്പൻ പാലം, റെയിൽവേ ബ്രിഡ്ജ്. 2.07 കിലോമീറ്റർ ദൂരം നീളമുണ്ട് ആ ഇരുമ്പ് ബ്രിഡ്ജിന്, ഈ റെയിൽവേ ബ്രിഡ്ജിന്. നമ്മളിപ്പം നിൽക്കുന്നത് റോഡ് ബ്രിഡ്ജാണ്. ഇത് 1988 പണി കഴിപ്പിച്ച റോഡ് ബ്രിഡ്ജാണ്. ഇതിനും 2.43 കിലോമീറ്റർ നീളമുണ്ട്. ഈ ബ്രിഡ്ജിന് ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 1988 പണി കഴിപ്പിച്ചതാണ്. മുംബൈയിലെ ബാന്ദ്ര ബോറലി ബ്രിഡ്ജ് വരുന്നത് വരെ ഇതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സീ ബ്രിഡ്ജ്. അതും എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ആദ്യത്തെ സീ ബ്രിഡ്ജാണിത്. സീ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇത് പാക് സ്ട്രൈറ്റ്സ് ആണ്. പാക് കടലിടുക്കെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ആ ഗ്യാപ്പിന് പറയുന്ന പേരാണ് പാക് കടലിടുക്കുന്ന. പാക് കടലിടുക്കിൽ രാമേശ്വരം എന്ന് പറയുന്ന ദ്വീപിനെ മെയിൻ ലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണിത്. താഴെയുള്ള നമ്മുടെ റെയിൽവേ ബ്രിഡ്ജ് 1914 പണി കഴിപ്പിച്ചതാണ്. അത് പക്ഷേ 1964 സുനാമിക്ക് തകർന്നു പോയിരുന്നു. വീണ്ടും അത് റീബിൽഡ് ചെയ്തു. ഇപ്പോൾ വളരെ വലിയൊരു ബ്രിഡ്ജ് പുതിയതുണ്ടാക്കിയിട്ടുണ്ട്. അതിന് കീഴിലൂടെ വലിയ ഷിപ്പുകൾക്കൊക്കെ കടന്നു പോകാനും മാത്രം പറ്റുന്ന രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യാവുന്ന ഒരു പോർഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വലിയ എൻജിനീയറിംഗ് മാർവലാണ് ആ ബ്രിഡ്ജ്. ഇവിടുത്തെ ഈ കാഴ്ചകൾക്ക് ശേഷം ഇനി ഞങ്ങൾ അടുത്ത സ്ഥലമെന്ന് പറയുന്നത് മധുര വഴി ഡിണ്ടിഗൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അതിൻ്റെ മധുര എത്താറായി. അപ്പോഴത്തേക്കും 2 മണി കഴിഞ്ഞിരുന്നു. ഒരു ഭക്ഷണമൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങളൊരു ശരവണ ഭവൻ എന്ന ഒരു ഹോട്ടലിൽ നിർത്തി. അവിടെ നിന്ന് വളരെ വിശാലമായിട്ടുള്ള താളി മീൽസ് ഒക്കെ കഴിച്ച് ഞങ്ങൾ മധുര വഴി ഡിണ്ടിഗലിലേക്കുള്ള യാത്രയിലാണ്. രാജൻ സാറ് ഭക്ഷണമൊക്കെ കഴിച്ചൊരു പുകയൊക്കെ എടുത്ത് ഒളിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇന്നും ഡിണ്ടിഗലിലേക്ക് പോരുമ്പം മധുര കഴിഞ്ഞാൽ ഡിണ്ടിഗലിലേക്കുള്ള വഴി വളരെ ഭംഗിയുള്ള നല്ല രസകരമായിട്ടുള്ള വഴിയാണ് കേട്ടോ. ചുറ്റും മലകളും കാലാവസ്ഥയും ആംബിയൻസും തന്നെ മാറിപ്പോകുന്നു. നല്ല ചുറ്റും നല്ല പച്ചപ്പും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഡിണ്ടിഗൽ. ഡിണ്ടിഗലിലേക്കാണ് യാത്ര. പോകുന്ന വഴിക്ക് ഡിണ്ടിഗൽ എത്താറായപ്പോഴത്തേനും ഒരു ചെറിയ ചാറ്റ മഴയൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ഡിണ്ടിഗലിലേക്ക് എത്തുകയാണ്. ഇന്നത്തെ ദിവസം, ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഡിണ്ടിഗലിലാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിണ്ടിഗൽ ഫോർട്ട് കാണാം. ഇതാ കാണുന്ന ഒരു പാറയാണ്. ആ പാറയുടെ മുകളിലൊരു വലിയ ഫോർട്ടുണ്ട്. ആ ഫോർട്ടാണ് ഡിണ്ടിഗൽ ഫോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് വൈകുന്നേരമായി നാളെ രാവിലെ നമുക്ക് പറ്റിയാൽ ആ ഫോർട്ടൊന്ന് കാണുകയും ചെയ്യാം.
അപ്പോൾ ഡിണ്ടിഗലിൽ ഞങ്ങൾ ഒരു മുറിയെടുത്തു. സേതു റെസിഡൻസി എന്ന് പറയുന്ന സ്ഥലത്ത് മുറിയൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചു. വൈകുന്നേരമായി. ചുറ്റുമുള്ള ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റൂമിലൊക്കെ ഒന്ന് വിശ്രമിച്ച് സന്ധ്യയോടുകൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഡിണ്ടിഗൽ സിറ്റിയുടെ പേര് തന്നെ സിറ്റി ഓഫ് ബിരിയാണി എന്നാണല്ലോ. അപ്പോൾ തീർച്ചയായും ഡിണ്ടിഗലിലെ പേര് കേട്ട ബിരിയാണിയുണ്ട്, ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. അതൊന്ന് കഴിക്കണം. അപ്പോൾ അതിനു മുമ്പ് വൈകുന്നേരം ഒരു ചെറിയ ചാർജിങ് ആകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ അടുത്ത് കണ്ട ഒരു ഇഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരു ബാറിലൊക്കെ കയറി ചെറുതായിട്ടൊന്ന് ഇനി അതിന് ശേഷം ഒരു ഓട്ടോ എടുത്ത് ഞങ്ങൾ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാനായിട്ട് പോകുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. ഈ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി എന്നുള്ള പേര്, തലപ്പാക്കട്ടി ബിരിയാണി എന്നുള്ള പേര് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു നാഗസ്വാമി നായിഡു എന്ന് പറയുന്ന ഒരു ആൾ 1957 സ്ഥാപിച്ചാണ് ഈ തലപ്പാക്കട്ടി ബിരിയാണി. അന്ന് അദ്ദേഹം ഈ തലയിൽ കെട്ടുമൊക്കെ ആയിട്ടായിരുന്നു ഈ ബിരിയാണി ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ തലപ്പാക്കട്ടി നായിഡു എന്ന് അദ്ദേഹത്തിന് പേര് വന്നു. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ ആ ബിരിയാണിയാണ്. ഇതിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ 5 ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പലയിടത്തും ഉണ്ട്. ഇങ്ങനെയാണ് അവിടുത്തെ വെയിറ്റേഴ്സൊക്കെ നിൽക്കുന്നത്. തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് മെനു ഒക്കെ തന്നു. എന്നാൽ ഒരുതരം ചെറിയ അരി കൊണ്ടുള്ള ഫ്രഷ് സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണി, ഒരു മുട്ടയൊക്കെ ഉണ്ടാവും. കോഴി ബിരിയാണി. ഞങ്ങൾ ഒരു സാമ്പിൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ബിരിയാണി മേടിച്ചു. ആദ്യം ഓരോ സൂപ്പൊക്കെ കഴിച്ച് ഞങ്ങൾ ബിരിയാണി കഴിക്കാനുള്ള ശ്രമത്തിലാണ്. ആദ്യം സൂപ്പ്, പിന്നെ ബിരിയാണി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ ബിരിയാണിയുടെ ആസ്വാദനത്തോടുകൂടി പതിയെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അതായത് ധനുഷ്കോടി ധനുഷ്കോടിയുടെ അടുത്ത ഭാഗം ഉടനെ ഉണ്ടാവും. ഡിണ്ടിഗലിലെ കാഴ്ചകൾ, അതിനുശേഷമുള്ള തിരിച്ച് മൂവാറ്റുപുഴ വരെയുള്ള യാത്രകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ആദ്യം ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാഴ്ചകളും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.